നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈംടേബിൾ ഡേ 65 ആൻഡ് 66ന്റെ പരീക്ഷ ഒരുമിച്ചാണേ. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റായിട്ടിരിക്കുമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 7 മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കുമെന്ന്. എഴുതിയാലോ? ഫുൾ മാർക്ക് തന്നെ മേടിക്കണേ. പരീക്ഷ നിർബന്ധമായിട്ടും എഴുതണം. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്തോളൂ. ടെൻത്ത് മെയിൻസ് 100 ഡേയ്സ് ടൈംടേബിൾ ഡേ 65 ആൻഡ് 66 എക്സാം. ആദ്യത്തെ ചോദ്യം, ബന്ധം കണ്ടെത്തി അനുയോജ്യമായത് പൂരിപ്പിക്കുക. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. മാസ് സംരക്ഷണ നിയമം ആരാണ് ആവിഷ്കരിച്ചത്? ഓപ്ഷൻ നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലാവോസിയ, നീൽസ് ബോർ, ഐസക് ന്യൂട്ടൺ. എഴുതിക്കോളൂ. രണ്ട്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ, ലാവോസിയ, നീൽസ് ബോർ, ഐസക് ന്യൂട്ടൺ. മൂന്ന്, എക്സ്റേ പഠനത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക മാസിനെയല്ല അറ്റോമിക നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി, ദിമിത്രി മെൻഡലീവ്, ന്യൂലാൻഡ്സ്, ഡൊബൈ റെയ്നർ. നാല്, ആധുനിക ആവർത്തന പട്ടികയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത്, മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചു. 2, മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചു. 3, ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആവിഷ്കരിച്ചത്. 4, മെൻഡലീവ് ആവിഷ്കരിച്ച മാർഗത്തിൽ വർഗീകരിക്കുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കൊള്ളാം. അഞ്ച്, മൂന്നാം പീരീഡിലെ ഒരു മൂലകമാണ് എ. ഇതൊരു അലസവാതകമാണ്. എ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രതീകം മാത്രമാണേ. ഈ മൂലകത്തിന്റെ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടാകും? 1, 2, 3, 4. 6, ചില കാറ്റയോണുകളും ആനയോണുകളും ചുവടെ നൽകിയിരിക്കുന്നു. കാറ്റയോണുകൾ കണ്ടെത്തി എഴുതുക. Ca2+, Cl-, NH4+, OH-. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കൊള്ളാം. അടുത്ത ചോദ്യം, ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 0, 5, 7, 14. 8, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ആസിഡുകൾക്ക് യോജിച്ചവ മാത്രം കണ്ടെത്തി എഴുതുക. കാരരുചിയുണ്ട്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു. ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാക്കുന്നു. പുളിരുചിയുള്ളവയാണ്. നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പാക്കുന്നു. ആസിഡുമായിട്ട് യോജിച്ചവയാണേ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കൊള്ളാം. 9, മഗ്നീഷ്യവും ഓക്സിജനും സംയോജിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യം ഓക്സൈഡിന്റെ രാസബന്ധനം ഏതു തരത്തിലാണ് പെടുന്നത്? അയോണിക ബന്ധനം, സഹ സംയോജക ബന്ധനം, പോളാർ ബന്ധനം, അഷ്ടക ബന്ധനം. 10, അലുമിനിയം ക്ലോറൈഡിന്റെ രാസസൂത്രമാണ് AlCl3. ക്ലോറിന്റെ സംയോജകത കണ്ടെത്തുക. 1, 2, 3, 4. 11, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 5 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം കണക്കാക്കുക. 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ ഇവയൊന്നുമല്ല. 12, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം അപവർത്തനം, പ്രകീർണനം, ആന്തരിക പ്രതിഫലനം, വിസരണം. 13, സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? അപവർത്തനം, പ്രകീർണനം, പ്രതിപതനം, ഇന്റർഫെറൻസ്.
14. Victor seldom visits his uncle dash. Doesn't he? Isn't he? Is he? Does he? 15. Which of the following is not a compound word? Lifetime, whatever, forget, playground. 16. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം V directly proportional to N, T directly proportional to N, P directly proportional to 1 by V, P directly proportional to T. ഈ നാലെണ്ണം നോക്കിയിട്ടേ ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം എഴുതിക്കൊള്ളണേ. 17. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം വിശദീകരിക്കുന്ന നിയമം ഏതാണ്? ചാൾസ് നിയമം, ബോയിൽ നിയമം, അവോഗ്യാഡ്രോ നിയമം, ഹൂക്സ് നിയമം. 18. 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ 11^11, 1111, 1^111, 111^1. ഇത്രയാണ് ചോദ്യങ്ങള്. ഉത്തരങ്ങളിലൊക്കെ കിട്ടിക്കാണുമല്ലോ അല്ലേ? നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ബന്ധം കണ്ടെത്തി അനുയോജ്യമായത് പൂരിപ്പിക്കുക. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണെങ്കിൽ മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ലാവോസിയാണ്. ബി. 2. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. എക്സ്റേ പഠനത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക മാസിനെ അല്ല അറ്റോമിക നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി. എ. 4. ആധുനിക ആവർത്തന പട്ടികയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചു. പിന്നെ ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആവിഷ്കരിച്ചത്. ആധുനിക ആവർത്തന പട്ടിക മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 3ഉം ആണ്. 1ഉം 3ഉം മാത്രം. ബി ആണ് ഉത്തരം. 5. 3-ാം പീരീഡിലെ ഒരു മൂലകമാണ് എ. ഇതൊരു അലസവാതകമാണ്. ഈ മൂലകത്തിന്റെ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ട്? 3-ാം പീരീഡിലെ മൂലകമായതുകൊണ്ട് 3 ഷെല്ലുകളാണ് ഉള്ളത്. 3. സി. 6. ചില കാറ്റയോണുകളും ആനയോണുകളും ചുവടെ നൽകിയിരിക്കുന്നു. കാറ്റയോണുകൾ കണ്ടെത്തി എഴുതുക. കാറ്റയോൺ Ca2+ഉം NH4+ ആണ്. Ca2+ഉം NH4+. 7. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ജലത്തിന്റെ pH മൂല്യം 7 ആണ്. 7. സി. 8. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ആസിഡുകൾക്ക് യോജിച്ചവ മാത്രം കണ്ടെത്തി എഴുതുക. ആസിഡിന് പുളിരുചിയാണ് ഉള്ളത്. പുളിരുചിയുള്ളവയാണ്. നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പാക്കുന്നു. 3ഉം 4ഉം ആണ് ഉത്തരം. 3ഉം 4ഉം മാത്രം. ബി. 9. മഗ്നീഷ്യവും ഓക്സിജനും സംയോജിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യം ഓക്സൈഡിന്റെ രാസബന്ധനം ഏത് തരത്തിലാണ് പെടുന്നത്? അയോണിക ബന്ധനമാണ്. എ. അയോണിക ബന്ധനം. 10. അലുമിനിയം ക്ലോറൈഡിന്റെ രാസസൂത്രമാണ് AlCl3. ക്ലോറിന്റെ സംയോജകത കണ്ടെത്തുക. AlCl3 ആവുമ്പം അലുമിനിയത്തിന്റെ സംയോജകത 3ഉം ക്ലോറിന്റെ വാലൻസിയാണ് സംയോജകത 1ഉമാണ്. പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് AlCl3 എന്നാവുന്നത്. അപ്പൊ ക്ലോറിന്റെ എത്രയാ? 1 ആണ് ഉത്തരം. 1. 11. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 5 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം. ഫോക്കസ് ദൂരവും വക്രത ആരവും തമ്മിലുള്ള റിലേഷൻ F=R/2 അല്ലെങ്കിൽ R=2F. R=2F. ഇവിടെ F 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 5 10 സെന്റിമീറ്റർ ആണ് വക്രത ആരം. 10 സെന്റിമീറ്റർ ഡബിൾ ആയിരിക്കും. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനം. സി. ആന്തരിക പ്രതിഫലനം. 13. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീർണനം. ബി ആണ് പ്രകീർണനം. വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണേ.
അപ്പോൾ ആദ്യം നോക്കുക സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. സെൽഡം എന്ന നെഗറ്റീവ് വേർഡ് വന്നതുകൊണ്ട് സെന്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആയിരിക്കും ഉത്തരം. ഈസ് ഹിയോ ഡസ് ഹിയോ ആയിരിക്കും. ഇതിലേതാ ഉത്തരം? ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. ഓക്സിലറി വെർബ് തന്നിട്ടില്ലല്ലോ. മെയിൻ വെർബായ വിസിറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക. വിസിറ്റ്സ് എസ് അല്ലെങ്കിൽ ഇ എസ് വന്നാൽ ഡസ് ആണ് വരുന്നത്. അതായത് ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ്. അപ്പൊ ഡസ് ഹി ആണ് ഉത്തരം. 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഫൊർഗെറ്റ് ആണ്. ഫൊർഗെറ്റ്. ഇവിടെ ലൈഫ് ടൈമും രണ്ടും മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അത് കമ്പൈൻ ചെയ്താണ് ലൈഫ് ടൈം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് കോമ്പൗണ്ട് വേർഡ് ആണ്. വാട്ടും എവറും അതുപോലെ തന്നെ, പ്ലേയും ഗ്രൗണ്ടും അതുപോലെ തന്നെ. ഫൊർഗെറ്റ് കോമ്പൗണ്ട് വേർഡ് അല്ല. 16. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം. ചാൾസ് നിയമം വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ബി. 17. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം വിശദീകരിക്കുന്ന നിയമം ചാൾസ് നിയമം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു. അതാണ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി കോൺസ്റ്റന്റ് പ്രഷർ. 18. 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? എ ആണ്. 11 raised to 1 ആണ് ഉത്തരം. 11 raised to 11 ആണ് 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എഴുതാൻ പറ്റുന്ന തരത്തിലുണ്ടായിരുന്നതല്ലേ? പിന്നെ കുറച്ച് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാൻ 1 സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.